ഗൈസ് വെൽക്കം ബാക്ക് ടു മൈൻഡ് ബൂട്ട്. നമ്മുടെ ജംഗിൾ സർവൈവൽ ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എൻ്റെ സ്കിന്ന് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയോ സ്കിന്നൊക്കെ മാറിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും നമ്മളെ സ്കിന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് വളർത്തിയപ്പോൾ എന്തായാലും ടൈമില്ല. പിന്നെ ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, അതേമാതിരി ബാഡ് ന്യൂസും ഉണ്ട്. ഓക്കെ, എൻ്റെ ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു സ്റ്റേക്കും 15 റോ ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ന്യൂസ് എന്താ പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ചാനലിൽ പോയി, മൈം ബ്രൂട്ടറിൻ്റെ ചാനലിൽ പോയി. ഇപ്പോൾ എന്താ പറയുക, വീഡിയോ ഇടാൻ കഴിയില്ല. വീഡിയോ ഇടുമ്പോൾ എന്തോ എറർന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലൂഫി ഒരട്ടം ചത്തുപോയി. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്ലിക്ക് ചെയ്തത്, ഞാൻ അറിയാതെ അവൻ്റെ മേത്ത് കൊണ്ടുപോയി. ബട്ട് നമ്മൾ പുതിയ ലൂഫിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾസ് എന്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ അയൺ ആർമറും ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതെന്തായാലും ആവും. പിന്നെ ഒരു കൊട്ടാരം പോലത്തെ ഒരു പേര ഉദ്ദേശിച്ചത് നമുക്ക് കയറി കിടക്കാൻ വേണ്ടി ഒരു പേര. അതേമാതിരി പിന്നെ ഈ ഒരു ഐലൻഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അയൺ ആർമറിലോട്ട് നടക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഐലൻഡ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ 15 ഇതുണ്ട്. ഇത് ആവുമെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. എന്തായാലും ഈ ബനാന ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നെ ഫുഡായി. ഞാൻ തപ്പി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കണ്ണന്മാരെ ഫുള്ളാണ്ട് കംപ്ലീറ്റ് വെട്ടാം. ഐ മീൻ ഈ ഒരു ഐലൻഡ് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം നമ്മളെ ഈ ഒരു സീരീസിൻ്റെ ഗോൾ പറഞ്ഞാൽ ഫുൾ സിമ്പിളാണ്. അതായത് ഞാൻ തോന്നാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ ഒരു വേൾഡിൽ നിറച്ച് നമ്മൾ മിനി ബിൽസുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതിപ്പോൾ ഒരു മറ്റാൻ പോലെ റാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ക് അല്ലെങ്കിൽ മറ്റേ മേൽക്കോട്ട് ബലൂണൊക്കെ പറഞ്ഞു പോകുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. നമുക്ക് ജസ്റ്റ് സെറ്റാക്കണം. പിന്നെ ഞാൻ ഓരോ ഫാംസ് ഇതൊക്കെ ഉണ്ടാക്കണം എൻ്റെ ചാനൽ വേറെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആവും കയറി ഒന്ന് കാണുക. നമ്മളെ ചെസ്റ്റിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ കാര്യമായിട്ട്. നമ്മുടെ താകളി 5 ലോകമേ ഉള്ളൂ. നമുക്ക് ഈ റീസോഴ്സ് കുറച്ച് തോന്നെ ഗ്യാദർ ചെയ്യേണ്ടി മിക്കവാറും. അത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ അതിനോടെ സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 ആയിട്ടുള്ളൂ. 5 കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഹെൽമെറ്റ് ഉണ്ടായിരിക്കാം. ഞാൻ ഫുള്ളാക്കിയിട്ട് ഇടണം. ഫുള്ളാക്കിയിട്ട് ഇടാം, അതല്ലത്. ഇത് വീണ്ടും ലാൻഡിൻ്റെ ലാഗ് അടിക്കുന്നുണ്ട്. എന്താ അറിയില്ല, സ്പേസ് തീരില്ല ഒന്നാമത്തെ ഫോണിൽ. ഓക്കെ, ഫസ്റ്റത്തെ അപ്പോൾ നൈറ്റ് ആവുന്നേ. ഈ അയൺ സ്മെൽട്ടാണ് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെട്ടിയിൽ നമ്മളെ വീടുണ്ടാക്കാനുള്ള ഫുൾ ഐറ്റംസ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതാ വരുന്നത്. ഓക്കെ, റീസോഴ്സ് ഗ്യാതറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വുഡ് തീർന്നു പോയി. 17 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാൻ കൂടി ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കിട്ടിയ അയൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ബൂട്ട് ഉണ്ടാക്കാനുള്ള അയൺ ഇല്ല. എന്തായാലും നമുക്ക് ഇതുണ്ട് ഇടാം. ഇവിടെ ഇതല്ല, നമ്മൾ ഇൻവെൻറ്ററി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതാടാ ഇതിട്. ഓക്കെ, 2 അയൺ കൂടി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമറിലോട്ട് മാറുകയാണ് ഗൈസ്. അയൺ ആർമർ. ഓക്കെ, അയൺ ആർമറിലോട്ട് നമ്മളിങ്ങനെ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഈ 15 കൂടെ നിൽക്കട്ടെ. ബട്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്മെൽറ്റ് ചെയ്യാനുള്ള സംഭവമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു വീട് ഉണ്ടാക്കാനുള്ള റീസോഴ്സ് ഗ്യാതറിങ് ഇത്രയാണ്. എൻ്റെ മൈൻഡിലുള്ള ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കറിയില്ല. എന്തായാലും ഈ കണ്ണതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചു. ഈ സ്ഥലത്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി ഉണ്ടാക്കണോ? ഞാൻ അപ്പോൾ അത് ആലോചിക്കുന്നത്. എവിടെ ഇപ്പം ഉണ്ടാക്കാൻ നമ്മൾ ഇഷ്ടമാണ്. നമുക്കിതാ ഈ ഒരു അത് ശരിയാണ്. ഞാൻ എവിടെ പോയി ഉണ്ടാക്കും ഇത്? നമ്മൾ സ്റ്റാർട്ടർ ഹൗസ് ഇവിടായി. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഫ്ലാറ്റായ ഒരു സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് പോകുന്ന കിട്ടുക. ജസ്റ്റ് ഒന്ന് തപ്പിയോട്ടെ. ഇത് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ ഒരു മലയും അവിടെ ഉണ്ടാവും. ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ആണെങ്കിൽ അവിടെ നിന്ന് കണ്ടൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കുക. അതാ ഈ ഒരു സ്ഥലത്തിട്ടായി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. ഈ കണ്ണുങ്ങൾക്ക് പോറേ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എന്തായാലും അയൺ ആർമറായല്ലോ. നമ്മൾ ഫസ്റ്റത്തെ കോള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പാർട്ടായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ വരുന്നത്, നോക്കങ്ങോട്ട്. എൻ്റെ വീടിരിക്കുന്നത് കണ്ട കിണ്ണം വീടാണ്. നമ്മൾ ഐറ്റംസ് ജസ്റ്റ് അവിടെ കൊണ്ടാക്കാനുള്ള പണി കൂടെ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. വലിയ വീടാണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാൽ തീരെ വലിപ്പമില്ല. അവിടെ ഇപ്പോൾ സാധനമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെടുത്ത് എൻ്റെ ലാഗ്സ് തന്നെ ഞാൻ വെറുതെ കൈ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ലാഗ് അതാണ് പറ്റും വലിയ പ്രശ്നം. ഇത് കൊടുത്ത് ഇപ്പോൾ കുറച്ചായില്ലേ. അതിൻ്റെ ഇത് നമ്മളെടുക്കുക. ഇത് മിക്കവാറിൻ്റെ ഇതിൽ കൊള്ളണ്ടല്ല, അതിനകത്ത സാധനങ്ങളുണ്ടാവും.
ഈ സാധനം ഇവിടെ ഇട്ടിട്ട് ഈ ഡോർ കൈമടക്കാം. ഞാൻ ഡോർ വെച്ചില്ല എപ്പോഴും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നാണ്ട് ഓടുക. ഞാൻ കാണിച്ചു തരാം കിണ്ണം കാച്ചി. ഞാൻ ഈ കുറച്ച് ഹോളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുണ്ടാവും. അത് നമുക്ക് ഈ ഗ്ലാസ് വെക്കാനുള്ളതാണ്. അങ്ങനെ കുറച്ച് തട്ടിക്കൂട്ട് പണികളൊക്കെ നമുക്ക് ഇനിയും ചെയ്ത് തീർക്കാണ്ട്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബാക്ക് സൈഡാണ് വീടിൻ്റെ. ഡോറിൻ്റെ കൈമ കയറിയില്ല. അടിപൊളി. എന്തായാലും ഇതാ 2 വാതിലുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം നമ്മളെ. അപ്പോൾ ആദ്യം ഇവിടെ ആയിട്ടൊരു ബെഡ് ഇടാം. അത് കഴിഞ്ഞിട്ട് ഈ ക്രാഫ്റ്റിൻ്റെ നമുക്ക് ഇതാ ഇവിടെ ഇരിക്കട്ടെ. ഈ ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ പെട്ടി ഉണ്ടല്ലോ, എൻ്റെ പെട്ടി ഇവിടെ പെട്ടി എടുത്തിട്ട് ഇതാ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഡബിൾ ചെസ്റ്റ് ആക്കണം. പിന്നെ നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് ഫുള്ള് ഇവിടെ ഇട്ടിട്ട് കുറച്ചൊരു ഐറ്റംസ് അവിടെ നിന്ന് എടുക്കാണ്ട് അതും കൂടി മേടിച്ചോണ്ടിരാ. ഇതൊക്കെ പോട്ടെ ഒന്നും നമ്മളെ കൈ വേണ്ട. ഇതും പോട്ടെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാമല്ലേ. നമുക്ക് വേറെ ആയിട്ടൊരു സ്റ്റോറേജ് റൂമൊക്കെ പിന്നെ റെഡിയാക്കാനുണ്ട്. ഇപ്പം എന്തായാലും അവിടെയുള്ള സാധനങ്ങൾ എടുത്തോണ്ടിരാം നമുക്ക്. ഇപ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ വീട് വെച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ സ്ഥലമാണ്. അതായത് നമുക്ക് ജസ്റ്റ് ചാടാൻ കൂടിയുള്ള സ്പേസ് കൂടി ഇല്ല അവിടെ. അത് ജസ്റ്റ് നമുക്ക് പരിഹരിക്കണം. ഇതോ അവിടെ ആയിട്ട് മറ്റേ ബാംബു ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ബാമ്പ് കളിച്ചാൽ മറ്റേ സ്കാഫോർഡിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതേമാതിരി നമ്മളെ ഗെയിമത്തെ ഇപ്പോൾ പുതിയത് അടിപൊളി ഒക്കെ കൊണ്ടുപോയി. ഇവന് മാത്രം കൊണ്ടുപോയില്ല. ലൂഫി നമ്മൾ കൊണ്ടുപോകാൻ മറന്ന്. ലൂഫി ഓക്കെ. ലൂഫി തോളത്തേറിയിട്ടുണ്ട്. നമുക്ക് ലൂഫിനെ കൊണ്ട് വറക്കാം. ഓടാം. ഓക്കെ. ഈ 2 ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി തീരും. അതും കൂടി ഞാൻ ചെയ്ത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മിനി ബിൽഡാണ് നിങ്ങൾക്ക് എന്താ ഐഡിയ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ആയിട്ടൊരു ഇവിടെ ഡോറ്, ഇവിടെ അടുത്ത ഡോറ്. ഓക്കെ. 2 ഡോറും വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലൂഫി ഇതോടെ ഇരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്നോ. അല്ല അവിടെ ഇരുന്നോട്ടെ. അല്ലെ പിന്നെ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു തരാൻ നോക്കും. അവിടെ ഇരിക്കും. അതിന് നമുക്കിതൊക്കെ ഈ അയണും വെച്ച് ഈ സ്റ്റെയർ നമുക്ക് തിരക്കാതെ കത്തിക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ടൂൾസും കൂടി ആക്കി കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് കിറ്റായി. അതിൻ്റെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫാം ഉണ്ടാക്കണം. ഫുഡ് ഫാം. ഈ കണ്ട പൈനാപ്പിൾ മാത്രം കിട്ടിയിട്ടൊരു കാര്യമില്ല. നമുക്ക് ഉള്ള ഫുള്ളാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫുഡ് ഫാം നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു ഷവല് ആൻഡ് ഏറ്റവും ലാസ്റ്റായിട്ടൊരു ആക്സ്. അങ്ങനെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമറിലോട്ടും ടൂൾസിലോട്ടും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതാ കണ്ട എൻ്റെ അയണും സോഡും ഒക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ജസ്റ്റ് ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അതേമാതിരി തന്നെ ഒരു ഇതും ഉണ്ടാക്കണം. ഏത് മറ്റേ ഇതുണ്ടല്ലോ ഫുഡ് ഫാം. എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് പൊട്ടാറ്റോ എല്ലാതും നമുക്ക് അവിടെ നടണം. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൻ്റെ ഗോൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈം തീരല്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യുക, നമുക്ക് അതൊന്ന് സെറ്റാക്കണം. പിന്നെ ഈ കാണുന്ന ഇത് കുറച്ച് ഇടങ്ങാറാവുണ്ട്, ബോറടിയാവുണ്ട്. കാരണം നല്ല ചാടിയാണ് എപ്പോഴും പോണത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റെപ്പും കൂടി നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പോലെ നമ്മൾ വീട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്തായാലും എൻ്റെ മെയിൻ ബേസ് ആയിരിക്കും. ഞാൻ ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു ബേസ് ഉണ്ടാക്കുന്നില്ല. ഇതന്നെയായിരിക്കും എൻ്റെ മെയിനായിട്ടുള്ള ബേസ്. ഓക്കെ. എന്തായാലും നമുക്ക് ഔട്ടർ വരാനുള്ള സമയമായി. ഓക്കെ. അടുത്ത എപ്പിസോഡിൽ ഈ സ്കിന്ന് ഞാൻ മാറ്റും. അതേമാതിരി തന്നെ സ്കിന്നെ മാറ്റാനുള്ളൂ. പിന്നെ ഈ ബട്ടൺസസ് ഒന്ന് ഹൈഡ് ചെയ്യണത് കളിക്കുമ്പോൾ എന്തോ മാതിരി ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണ്ടേ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു പ്രശ്നമില്ല. അതേമാതിരി തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ എല്ലാ വീഡിയോയും കാണുക. നമ്മളെ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തിരിക്കുക. ഞാൻ അതിൽ ഇനി വീഡിയോ വിടാൻ ചാൻസ് ഇല്ല, ആ എറർ മാറാതെ. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ പുതിയ ചാനൽ വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആണെങ്കിൽ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ആ ചാനലുണ്ടാവും, അത് പോയി കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണാതെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.